ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 35ാമത്തെ ദിവസമാണെന്ന് 102/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റേജ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആൻസർ കീ വന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷിലേക്ക് തന്നെ നമുക്ക് പോകാം. ചൂസ് എ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. കളക്റ്റീവ് നോൺ ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് എപ്പോഴും നമുക്കറിയാം കളക്റ്റീവ് നോൺ എന്നൊരു ക്വസ്റ്റ്യൻസ് എപ്പോഴും കയറി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെയറിന്റെ കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് പറയേണ്ടത്? ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ് ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? അതേപോലെ തന്നെ സ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റൂമുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ സ്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ അപ്പൊ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സും പറയാം, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്പും കൂടി പറയാം കേട്ടോ. സ്റ്റെയേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെപ്സ് പറയാം. സ്യൂട്ട് ഓഫ് നമുക്ക് എന്ത് പറയാം? റൂമുകളുടെ കൂട്ടമല്ലേ, അപ്പൊ സ്യൂട്ട് ഓഫ് റൂംസ് പറയാം, അല്ലെങ്കിൽ സ്യൂട്ട് ഓഫ് ഓഫീസേഴ്സ് എന്ന് പറയാം. ഓക്കെ. ഇനി ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട്. ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്. ഓക്കെ ആണല്ലോ. പാക്ക് ഓഫ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പാക്ക് ഓഫ് വൂൾഫ് അല്ലെ, വൂൾഫ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? പാക്ക് ഓഫ് ഡോഗ്സ്. നമ്മുടെ ഈ പറയുന്ന പട്ടികളുടെയും ചെന്നായ്കളുടെയും ഒക്കെ കൂട്ടത്തേക്ക് നമ്മൾ പാക്ക് ഓഫ് എന്നാ പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട്. സെൽഡം വരുമ്പോൾ നമുക്ക് അറിയാവുന്നത് എന്താണ്? സെൽഡം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിരിക്കണം, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ നമ്മുടെ രണ്ട് നെഗറ്റീവും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒന്നുകിൽ എന്ത് വരാം? ഡസ് ഷീ വരാം, അല്ലെങ്കിൽ എന്താണ് വരേണ്ടത്? ഇവിടെ ഡിഡ് ഷീ വരാം. ഇവിടെ എന്താണ്? ഗോസ് അല്ലേ നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഗോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഏതാണ്? ഡസ് പ്ലസ് ഗോ ആണല്ലേ വരേണ്ടത്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്? ആൻസർ ആയിട്ട് ഡസ് ഷീ ആണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്? ഡസ് ഷീ ആയിട്ടാണ് നമ്മൾ. അതായത് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഒന്നെങ്കിൽ ഡു വരാം, അല്ലെങ്കിൽ ഇവിടെ ഡസ് വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. ഓക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഗോസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്താണ് ഈ പറയുന്നത്? ഡസ് ആണ് അവിടുത്തെ ഫോം ആയിട്ട് വരേണ്ടത്. ഡസ് ഷീ ആണ് ആൻസർ എന്ന് പറയുന്നത്. Fill up the correct preposition. Rohan is interested in learning a new language. Interested എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജ് ആണ്. Change the following sentence from active to passive form. Choose your answer from the given option. ആക്റ്റീവിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റണം? പാസീവ് ഫോമിലോട്ട് മാറ്റണം. അപ്പൊ നമുക്കവിടെ അറിയേണ്ടത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് എന്താണ്? നോ ടെൻസ് ചേഞ്ച്. ടെൻസ് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല അല്ലെ. നോ ടെൻസ് ചേഞ്ച്. ടെൻസ് അവിടെ മാറാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ എന്താണ്? ഇനി മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. എൻ്റെ കസിൻ ആണ് എന്ത് ചെയ്തത്? ഈ പിക്ചർ വരച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഹാസ് എന്നുള്ളതിന് നമുക്ക് എന്തായിരിക്കണം? ഹാസ് അല്ലെങ്കിൽ ഹാവ്. അതായത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ദിസ് പിക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ്? സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം ആൻസർ വരേണ്ടത്? സിംഗുലർ. ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് തന്നെ. അപ്പൊ ഇവിടെ ഏതാണ്? സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിംഗുലർ ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ദ പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ എന്നാണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഫില്ലപ്പ് സ്യൂട്ടബിളി. വൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈഡ് മീൻസ് സെയിം ആസ്. വൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രോഡ്. ഓക്കെ. വൈഡ് എന്ന് പറയുമ്പോൾ വീതിയുള്ള, ബ്രോഡ് ആണെന്ന് പറയും നമ്മൾ. നെക്സ്റ്റ് നോക്കാം. അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? വൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് നാരോ എന്ന് പറയുന്നത്. Replace the underlined word in the following sentence with the suitable phrasal verb. We will cancel the trip if the weather is bad. വെദർ കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രിപ്പ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? കോൾ ഓഫ് ആണ് ക്യാൻസൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോൾ ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടു വിസിറ്റ് സംവൺ ഫോർ എ ഷോർട്ട് ടൈം. അതിനെയാണ് നമ്മൾ കോൾ ഓൺ പറയുന്നത്. നോക്കിക്കേ, എക്സാമ്പിളും തന്നിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. I will call on you later to see how you are doing. പിന്നെ എന്താണ്? ഞാൻ നിന്നെ വിസിറ്റ് ചെയ്തോളാം എന്നുള്ളതാണ്. കോൾ അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു മേക്ക് എ ഫോൺ കോൾ ടു സംവൺ. ആരെങ്കിലും വിളിക്കുന്നതിന്. ഗോ ഓഫ് എന്താണ്? ടു എക്സ്പ്ലോഡ് ഓർ മേക്ക് എ സഡൻ ലൗഡ് നോയ്സിനെയാണ് നമ്മൾ ഗോ ഓഫ് എന്ന് പറയുന്നത്. ദ ബോംബ് വെന്റ് ഓഫ് ഇൻ എ ക്രൗഡഡ് സ്ട്രീറ്റ്. പിന്നെന്താണ്? ഗോ ഓൺ എന്താണ്? ഗോ ഓൺ ടു കണ്ടിന്യൂ ആണ് നമ്മൾ പറയില്ലേ. ഗോ ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടു കണ്ടിന്യൂ എന്നുള്ളതാണ്.
ഗോ ഓവർ എന്താണ്? ടു റിവ്യൂ ഓർ എക്സാമിൻ സംതിങ് കെയർഫുള്ളി ആണ് നമ്മൾ ഗോ ഓവർ പറയുന്നത്. എല്ലാത്തിന്റെയും എക്സാമ്പിൾസും കൂടി നിങ്ങൾ വായിച്ചു നോക്കണം, അപ്പോൾ ഒന്നുകൂടെ ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് നോക്കാം. ചൂസ് എ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഏതാണ് കറക്റ്റ് സ്പെൽ എന്ന് പറയുന്ന? ആർഗ്യുമെന്റ് ആണ് അല്ലെ. ഏതാണ്? ARGUMENT, ആർഗ്യുമെന്റ്. ഓക്കെ, ആർഗ്യുമെന്റിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ARGUMENT ആണ്. നെക്സ്റ്റ്, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ്? ഹി ആസ്ക്ഡ്. അവൻ ചോദിക്കുന്നത് എന്താണ്? എന്താണ്? ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ് അവൻ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ ആൻസർ ആയിട്ട് ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദിസ് മോർണിംഗ്, ഹൗ ഐ ഫീൽ, ഹൗ ഐ ഫെൽറ്റ്, ഹൗ ഐ ഹാഡ് ഫെൽറ്റ് ദാറ്റ് മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത് നോക്കിക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ് എന്ന് വരുമ്പോഴേക്കും നമുക്കിവിടെ അറിയാവുന്ന എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ആക്റ്റീവിനെയും പാസീവിനെയും മാറ്റുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ടെൻസ് ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ളത്. ഇവിടെ എന്താണ്? ഇവിടെ ടെൻസ് ചേഞ്ച് ചെയ്യണം. അതായത് ഫീൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്? ഡു ഫീൽ. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. ഫീലിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡു ഫീൽ ആണ്. അതിനെ എന്ത് ചെയ്യണം? അതിനെ ടെൻസ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഡിഡ് ആയിട്ട് മാറും. ഡിഡ് ഫീൽ എന്ന് വരും. ഡിഡ് ഫീലിന്റെ ഒറ്റ വാക്കാണ് എന്താ? ഫെൽറ്റ് എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫെൽറ്റ് വന്നിരിക്കുന്ന ഏതിലേക്കാണ്? ഉണ്ടോ? ഒന്ന് ഇവിടെയുണ്ട്, ഐ ഫെൽറ്റ്, ഐ ഫെൽറ്റ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? ദിസ് മോർണിംഗ് എന്ന് നമ്മൾ പറയില്ലല്ലേ, റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താണ്? അന്നേ ദിവസം രാവിലെ. അപ്പൊ ദാറ്റ് മോർണിംഗ് ആണ് വരേണ്ടത്. നമ്മൾ പ്രീവിയസ് ഡേ എന്നൊക്കെ പറയില്ലേ, യെസ്റ്റർഡേ. അതേപോലെ തന്നെ ദിസ് മോർണിംഗ് അല്ല, ദാറ്റ് മോർണിംഗ് ആണ്. സോ ആൻസർ വരേണ്ടത് ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. Fill up with the correct tense from this verb given in the bracket. എന്താണ്? when her mother arrived. രണ്ട് കാര്യങ്ങളാണ് അല്ലെ. അവരുടെ അമ്മ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? ഇഷ എന്തായിരിക്കും ചെയ്യേണ്ടത്? had finished the laundry അല്ലെ. ആദ്യം രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന് എന്താ പറയുന്നത്? അമ്മ വന്നപ്പോഴേക്കും ഓൾറെഡി അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ലോണ്ട്രി അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അലക്ക് മുഴുവൻ അവളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത്? had finished ആണ്. Complete the following sentence suitably. Unless you study well. ഇവിടെ അൺലസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇഫ് ക്ലോസ് പറയും പോലെ തന്നെയാണ്. എന്താണ്? അതായത് നമ്മൾ ഈ അൺലസ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇഫ് യു ഡു നോട്ട് സ്റ്റഡി വെൽ. ഇതിന് തന്നെയാണ് ഈ പറയുന്നത്. അൺലസ് യു സ്റ്റഡി വെൽ. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ നോട്ട് പാസ് അല്ലെ. പാസ് ആകില്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി, യു വിൽ നോട്ട് പാസ് ആണ് വരേണ്ടത്. അടിവരയിട്ടതിന്റെ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ശിരസിന്റെ അർത്ഥം തലയാണ്. ശിരസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? അർത്ഥമല്ല, ഇവിടെ എന്താണ്? അർത്ഥമാണ്. അർത്ഥം അല്ലെ. ശിരസിന്റെ അർത്ഥമാണ്. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ നോക്കാം. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ടേ. ഇവിടെ ഇതാണ് ശരിയെന്ന് പറയുന്നത്. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശമല്ല, ഉദ്ദേശ്യമാണ് കേട്ടോ. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. നേതാവിനെ ഐക്യകണ്ഠേനയല്ല, അതിന്റെ ശരിയായ രൂപം എന്താണ്? ഐകകണ്ഠേനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇതും തെറ്റാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? വചനപ്രത്യയം ഇല്ലാത്ത വരി എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക, കരഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകിലുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. ഇതാണ് ഇവിടെ എന്താണ്? വചനപ്രത്യയം ഇല്ലാത്ത വരി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളത്തിൽ നമ്മൾ നേരത്തെ നമുക്ക് ശരിക്കും ഗ്രാമർ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറയുന്നില്ല സിലബസിൽ വ്യക്തമായിട്ട്. പക്ഷെ വചനം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളിപ്പോ സിലബസിൽ ഇല്ലെങ്കിൽ പോലും എന്താണ് ഗ്രാമർ സന്ധികളൊക്കെ ഏത് സന്ധിയാണെന്നൊക്കെ കയറി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇനി പോകാനായിട്ട്. ശരിയായ പര്യായ പദമേത്? ഏതാണ്? അച്ഛൻ ജനയിതാവ്. ഇതാണ് ശരി. അമ്മ ജനനിയാണ് അല്ലെ. അമ്പ് ചാപം തെറ്റാണ്. ജ്യേഷ്ഠൻ നമ്മൾ അഗ്രജൻ അവരജൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? ജ്യേഷ്ഠനും അനിയനും. അപ്പൊ ഇതൊക്കെ തെറ്റാണ്. ഏതാണ്? അച്ഛൻ ജനയിതാവ്. അതാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കേരള സർക്കാർ കത്തുകൾ ഇംഗ്ലീഷുകളിലെ ഫ്രം എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? പ്രേഷിതനാണ്. പ്രേഷകനാണ് ഫ്രം എന്ന് പറയുന്നത്. പ്രേഷകൻ ഷായാണ് കേട്ടോ. ഇക്ഷ വരുമ്പോ എന്താണ്? നമ്മൾ കാഴ്ചക്കാരൻ എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. പ്രേഷകൻ. ഇതിപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറച്ചധികമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നുണ്ട്. പ്രേഷിതൻ, പ്രേഷകൻ, പ്രേഷിതൻ എല്ലാം ചോദിക്കുന്നുണ്ടേ. പിരിച്ചെഴുതുക. എന്താണ്? കേട് പ്ലസ് തു. കേട്ടു തെറ്റാണ്. കേൾ പ്ലസ് തു ആണ്. കൽ പ്ലസ് മതമാണ് അല്ലെ. കൻ പ്ലസ് മതം, കന്മതം വരും. കല് പ്ലസ് മതം, കല് പ്ലസ് മതമാണ് കന്മതം വരുന്നത്.
ഇവിടെ ശരിയായ പദം എന്ന് പറയുന്നത് കൺ പ്ലസ് നീർ, കണ്ണീർ. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, വിണ്ണാർ, കണ്ണീർ ഒക്കെ പറഞ്ഞതാണ്. കൺ പ്ലസ് നീറാണ് കണ്ണീർ എന്ന് പറയുന്നത്. ശരിയായ വിപരീത പദങ്ങൾ: അബദ്ധം, സുബദ്ധം, ദക്ഷിണം, പ്രദക്ഷിണം. ദക്ഷിണം എന്താണ്? ദക്ഷിണം പറയുമ്പോൾ നമ്മൾ എന്താണ്? പൂർവം അല്ലേ? പൂർവം അല്ല, പൂർവം പശ്ചിമം. അപ്പൊ ഇവിടെ ഏതാണ്? ദക്ഷിണം എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്? ഉത്തരമല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. രണ്ട് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ശരിയായതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ്? ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി, രണ്ട് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതല്ല എന്നറിയാം. ഇനി ഒന്ന് മാത്രമാണോ നോക്കാം. ബാഹ്യം, ബാഹ്യകോണ് ആന്തരകോണാണ്, അന്തരമല്ല അല്ലെ, ആന്തരകോണാണ്. അപ്പൊ ഇതും തെറ്റാണ്, മൂന്നും തെറ്റാണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഖണ്ഡനം, മണ്ഡനം. ഇതും കൂടി ശരിയാണെന്ന് നോക്കണം അല്ലെ. അപ്പൊ ഏതാണ്? 96 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉമാണ്. അപ്പൊ പഠിച്ചു വെച്ചോ. അബദ്ധം, സുബദ്ധം ശരിയാണ്, ഖണ്ഡനം, മണ്ഡനവും എന്താണ്? ശരിയായിട്ട് വരേണ്ടതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങളേക. വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ തെറ്റുള്ള ഭാഗങ്ങളാണ്. വിദ്യാർത്ഥികൾ അവധിക്കാലം, അതിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ ഏതാണെന്ന് നോക്കാം. ചെലവഴിക്കുന്നതിനെ കുറിച്ചെന്ന് പറയുമ്പോൾ ചിലവല്ല വരേണ്ടത്, ചെലവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്, രണ്ട് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തെറ്റുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടുള്ളതിനെ നമുക്ക് പരിഗണിക്കാം. ഒന്നുകിൽ 1ഉം 2ഉം തെറ്റ് വരണം, അല്ലെങ്കിൽ 2ഉം 3ഉം. ഒന്നാമത്തേൽ വലിയ തെറ്റൊന്നും നമുക്ക് വായിച്ചിട്ട് തോന്നിയില്ല. സോ ആൻസർ ഏതായിരിക്കും വരേണ്ടത്? ഓപ്ഷൻ സി ആണ്. അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് വേണം? അധ്യാപകരോടും രക്ഷിതാക്കളോടും അല്ലെ, അല്ലെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും ആലോചിക്കേണ്ടതാണല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? അധ്യാപകരും രക്ഷിതാക്കളും ആലോചിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളും ആലോചിക്കേണ്ടതാണ്. 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐകമത്യം, മഹാബലം. പിന്നെന്താണ്? നാരുകൾ ചേർന്നുള്ള കയറാൽ പാലിൽ കെട്ടുന്നു ദന്തിയെ. ഒരു പിടി അടച്ചാൽ 9 പടി തുറക്കാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കം മേലും കിടക്കാം. ഇതൊക്കെ എന്താണ്? സെയിം മീനിങ് ആണ്. ഒരു പടി അടച്ചാൽ 9 പടി. നമ്മൾ പറയില്ലേ, ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ എന്താ, നമുക്ക് മുന്നിൽ 9 വാതിലുകൾ പിന്നെയും ഉണ്ടെന്ന് പറയും. അതേ കൺസെപ്റ്റ് തന്നെ. ഒരു പടി അടച്ചാൽ എന്താണ്? 9 പടി തുറക്കുമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗിനേയൻ എന്ന് പറയുമ്പോൾ എന്താണ്? സഹോദരിയുടെ മകനാണ്. സഹോദരിയുടെ പുത്രനാണെങ്കിൽ ആരാണ്? സഹോദരിയുടെ മകളാണെങ്കിൽ ഭാഗിനേയ പറയും. അതേപോലെ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ സ്യാലൻ, അളിയൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? നോക്കിക്കേ. മരപ്പൊടി, പീതാംബരൻ, സുമുഖി, നാൻമുഖൻ. ഇവിടെ വരേണ്ടത് മരപ്പൊടിയാണ് വ്യത്യസ്തമായ സമാസം എന്ന് പറയുന്നത്. അപ്പോൾ സമാസത്തിൽ നമുക്ക് കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. കുറേ സിലബസിൽ അത് വ്യക്തമായിട്ട് സമാസങ്ങൾ ഏതൊക്കെ ടൈപ്പാണെന്നും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണ് 4, 5. നമുക്കതിനെ എങ്ങനെ പിരിച്ചെഴുതാനായിട്ട് പറ്റും? 4, 5. ഓക്കെ, അതേപോലെ തലവേദന, അതിനെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? തലയിലെ വേദന. അതിനെയാണ് നമ്മൾ തലവേദന എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാണ് കടബാധ്യത, അതിനെ നമുക്ക് എങ്ങനെ ഘടകപദങ്ങളാക്കി പറയാം? കടബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് നമ്മൾ കടബാധ്യത എന്ന് പറയുന്നത്. ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ പാദപങ്കജം, എന്താണ്? പാദപങ്കജം എന്ന് പറഞ്ഞാൽ പാദമാകുന്ന പങ്കജമാണ് പാദപങ്കജം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ്. നമുക്ക് നോക്കാം. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10, 15, 24 അല്ലെ. പറഞ്ഞിരിക്കുന്നത് 8 മണിക്ക് മണിയടിച്ചു. പിന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് ഓരോ മണികളും മുഴങ്ങുന്നത്. ഒരുമിച്ച് മുഴങ്ങണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 5 തവണ. ഇവിടെ 15 അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. 24 എത്ര തവണ? 12 തവണ. എഗെയിൻ നമുക്കിതിനെ 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 1 വരും. ഇവിടെ എത്രയാണ്? 3 വരും. ഇവിടെ 12 വരും. നെക്സ്റ്റ് എന്താണ്? നമുക്ക് 3 കൊണ്ട് ചെയ്യാം. എന്ത് വരും? 1, 1, 4 എന്ന് വരും. LCM എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 5 × 3 × 4 120 ആണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഈ 120 എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം എത്രയാണ്, 2 മണിക്കൂറാണ് അല്ലെ. അപ്പൊ 8 മണിക്ക് ഇത് ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുമിച്ച് അടിക്കുന്നത് ഈ പറയുന്ന 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അതായത് എത്ര മണിയാണ്, 10 മണിക്കാണിത് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഒരുമിച്ചടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. 0.003 ഇൻറ്റു 0.45 ഡിവൈഡ് ബൈ 0.003. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ എത്രയുണ്ട്, 3 ഉണ്ട്. ഇവിടെ നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ 3 ഉള്ളതിനെ അങ്ങ് മാറ്റി അങ്ങ് എഴുതണം. താഴെ 3 ഇല്ലേ, അപ്പം 3/9 എന്ന് എഴുതാം, ഇൻറ്റു 0.45 അങ്ങനെ തന്നെ എഴുതാം. നമുക്ക് കട്ടായി പോകും അല്ലേ, എത്ര തവണ, 3 തവണ. ഇനി 0.45 ഡിവൈഡ് ബൈ 3, ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് 45 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 15 എന്ന് വരും, 0.15 എന്ന് വരും ആൻസർ. അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം, 3 ഇൻറ്റു 0.45 ഡിവൈഡ് ബൈ 9 എന്ന് വരും. ഇവിടെ ഇതും കൂടി കട്ടായി പോകും, 3 അല്ലെ. 0.45 ഡിവൈഡ് ബൈ 3, പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 45 ഡിവൈഡ് ബൈ 300 എന്ന് വരും. കട്ടായി പോകും 15 തവണ, ഇവിടെ 100 വരും. 15/100 എന്ന് പറയുന്നത് 0.15 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 108 km/മണിക്കൂർ വേഗതയിൽ ഡാഷിന് സമാനമാണ്. അതായത് നമുക്കിവിടെ ചെയ്യേണ്ടത് km/ഹവറിനെ എന്താക്കി മാറ്റണം, m/s ആക്കി മാറ്റണം. കൺവേർട്ട് ചെയ്യാൻ km/h എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയെ m/h എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, ചെറിയ 5 കൊണ്ട് ഗുണിക്കുക, 18 കൊണ്ട് ഹരിക്കുക. ഇവിടെ എത്ര വരും, 108 ഇൻറ്റു 5/18. 18 3 54 അപ്പൊ എത്രയായിരിക്കും, 18 6 108 എന്ന് പറയുന്നത്. 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 30 m/s ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ ആയിട്ട് പറയേണ്ടത്. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എത്രയാണ്, 24 പുരുഷന്മാർ എത്ര ദിവസം. ഇത് ഇങ്ങനെയാണ്, m1 d1 ഈക്വൽ ടു m2 d2 അല്ലെ. എന്തൊക്കെ ചെയ്താലും നമ്മുടെ വർക്ക് എപ്പോഴും സെയിം ആണ്. എനിക്കൊരു മതിലാണ് കെട്ടാനുള്ളതെങ്കിൽ ഞാൻ 100 പേരെ നിർത്തിയാലും, ഒരാളെ നിർത്തിയാലും, 1000 പേരെ നിർത്തിയാലും ആ മതിലിന്റെ പണി ചെയ്യാനുള്ളൂ നമുക്ക്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ഈ വർക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് m1 d1 ഈക്വൽ ടു m2 d2 എന്നത്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 16 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. കട്ട് ചെയ്യാം, 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 6 5 30, 6 4 24, 4 16 കൂടി കട്ട് ചെയ്യുമ്പോൾ 4 16, 5 ഇൻറ്റു 4 20. 20 ദിവസമാണ് ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് വേണ്ട സമയം എന്ന് പറയുന്നത്. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള, ബേസ് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, പാദാരം അല്ലെ. ഇതാണ് ഒരു കോൺ ഒരുക്കി ഗോളത്തിന്റെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ്. ഇതാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അല്ലെ. നമുക്കറിയാം ഒരു സാധനത്തിനെ ഒരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുമ്പോൾ രണ്ടിന്റെയും വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇതിന്റെ വോളിയം എന്താണ്, 1/3 πr²h ആണ്. സിലിണ്ടർ നമ്മുടെ ക്യൂബിന്റെ, അതായത് കോണിന്റെ, ക്യൂബ് അല്ല കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഇവിടെ 6 സെയിം ആണെന്ന് വിചാരിക്കരുത്. ഇതിന്റെ 6 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ 6ഉം ഇവിടെ 24ഉം. അതായത് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 24ഉമാണ്. ഇവിടെ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ by3 എന്താ, രണ്ടിടത്തും കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ പൈയും കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു r²h ഉണ്ട്, ഇവിടെ എന്തുണ്ട്, 4r³ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടുത്തെ സ്ക്വയറും ക്യൂബായിട്ട് കട്ട് ചെയ്തത് രണ്ടും 2r ആണ്. ഇത് r1 ഇത് r2 എന്ന് തന്നെ കൊടുക്കാം. ഇനി ഇവിടുത്തെ r1 എന്ന് പറയുമ്പോൾ എത്ര വരും, 6 ഇൻറ്റു 6 അല്ലെ, ഇൻറ്റു 24 ഉയരം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരും, ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എന്താണ്, r2³ ആണ്. ഇതും കൂടി കട്ടായി പോകും, ഇവിടെ 6 തവണ അല്ലെ. ഇവിടെ എന്ത് വന്നു, 6³ എന്ന് പറയുന്നത് r2³ ആണ്. therefore നമുക്ക് r2 റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിട്ട് വരും. അപ്പൊ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഒറ്റയാനെ കണ്ടെത്തുക. 24 72 36 168. ഇവിടുത്തെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് 36 ആണ്. കാര്യം അത് മാത്രം എന്താണ്, സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പറാണ്. 0 6 24 60. ഇത് പലതരത്തിൽ ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്നുകിൽ ഇതിന് എന്ത് ചെയ്യാം,
ഒന്നിൻ്റെ ക്യൂബ് മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 0 അല്ലേ? നെക്സ്റ്റ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 2ൻ്റെ ക്യൂബ് മൈനസ് 2, അതായത് 8 മൈനസ് 2 ആണ്. നെക്സ്റ്റ് 24 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബ് മൈനസ് 3, 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു? 3 കുറച്ചു. നെക്സ്റ്റ് എന്താണ്? 4ൻ്റെ ക്യൂബ് മൈനസ് 4 എന്ന് പറയുന്നത് 64 മൈനസ് 4 60 വരും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? 5ൻ്റെ ക്യൂബ് മൈനസ് 5, 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്, മൈനസ് 5 എന്ന് വരും. ദെയർഫോർ 120 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഈ 0 എന്ന് പറയുന്നത് 0 × 1 × 2 ആണ് അല്ലെ. 6 എന്ന് പറയുന്നത് 1 × 2 × 3 ആണ്. 1 കണ്ടാ, അടുത്ത എത്ര? 24 എന്ന് പറയുന്നത് 2 × 3 × 4 ആണ് 24. നെക്സ്റ്റ് 60 എന്ന് പറയുന്നത് 3 × 4 12, 12 × 5 അല്ലെ. 3 × 4 × 5 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? 4 × 5 × 6, 6 5 30, 30 × 4 എന്ന് പറയുന്നത് 120. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. WFBTGDQHG ഡാഷ് ആയിട്ട് തന്നിരിക്കുകയാണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് ഈ WFB എന്ന് പറയുന്നത് ഡബ്ല്യുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? -3 ചെയ്യുമ്പോഴാണ് ഈ T കിട്ടുന്നത്. ഇവിടെ നിന്ന് -3 ചെയ്യുമ്പോഴാണ് Q കിട്ടുന്നത്. ഇവിടെ നിന്ന് -3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് N ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് N ആണ്. അത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ABCDEF GHIJ KLMN OPQR STUVWXYZ. മിക്കപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ഉണ്ടാകും. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി നമുക്ക് വായിക്കാനുള്ള സമയത്തൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്ന ABCD എഴുതി അങ്ങ് നമ്പർ ഇട്ട് വെച്ചിരിക്കുക. നമുക്കൊക്കെ ഇതെന്ന് പറയുന്നത് അല്ലെ. ഇനി എന്താ? F ആണ് തന്നിരിക്കുന്നത് അല്ലെ. F കഴിഞ്ഞ് തന്നിരിക്കുന്നത് G ആണ്. തൊട്ടടുത്ത നമ്പറാണ്. F കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ G അല്ലെ. ഉണ്ടോ? തൊട്ടടുത്ത നമ്പർ. G കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് H. സോ H കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ എന്ത് വന്നം? NI വന്നം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കാം. ഒന്നുകിൽ NIJ ആണ്, അല്ലെങ്കിൽ NIK ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് B കഴിഞ്ഞ് എന്താണ്? ഒരെണ്ണം വിട്ടിട്ടാണ് D വന്നിരിക്കുന്നത് അല്ലെ. D വന്നു. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 എണ്ണം വിട്ടിട്ടാണ് G വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം വരേണ്ടത്? 3 എണ്ണം വിടണം അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ ഒരെണ്ണം വിട്ടു, ഇവിടെ 2 എണ്ണം വിട്ടു, ഗ്യാപ്പ് ഇട്ടു. ഇവിടെ എന്താണ്? 3 എണ്ണത്തിന് ഗ്യാപ്പ് ഇട്ടു. അപ്പൊ ഇവിടെ എത്രയാണ് വരേണ്ടത്? NIK ആണ് ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 6/9/2022 മുതൽ 8/9 മാസം 7 ദിവസം വരെ 7 ദിവസം പൂർത്തിയാകുന്ന തീയതി. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ജനുവരി 1/1/2025 പറഞ്ഞു. നമ്മൾ പറയാണ് 31/1/2025 വരുമ്പോൾ എന്തായിട്ട് മാറി? ഒരു മാസമായിട്ട് മാറി. അല്ലാതെ 1 ഫെബ്രുവരി വരുമ്പോഴല്ല നമ്മൾ ഒരു മാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 6/9/2022 അത് നമ്മൾ എന്ത് വന്നം? തൊട്ട് മുമ്പത്തെ ദിവസം 5/10/2022 വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മാസം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വന്നം? 5 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര വന്നം? 11ാം മാസം, 12ാം മാസം 2022. പിന്നെ എന്താണ്? 8 മാസം വേണം അല്ലെ. അപ്പൊ എന്ത് വന്നു? 10, 11, 12. പിന്നെ എന്ത് വേണം? 1, 2, 3, 4, 5. 5ാം മാസം എത്തണം. അപ്പൊ എത്ര വന്നു? 5/5/2023 വന്നപ്പോഴേക്കും 8 മാസം കംപ്ലീറ്റ് ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 മാസവും 7 ദിവസവും. അതിനോട് 7 ദിവസം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12/5/2023 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ C ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എപ്പോഴും ഇവിടെ നമുക്ക് തെറ്റിപ്പോകുന്നത്, ഇവിടെ നമ്മൾ 6 എടുത്താൽ ബാക്കി അങ്ങോട്ടേക്ക് ചിലപ്പോൾ തെറ്റും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. E = 5 ആണെങ്കിൽ, E = 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈയുടെ നമ്പർ തന്നെയാണല്ലേ തന്നിരിക്കുന്നത്, 5 ആണെന്നുള്ളത്. പെന്ന് 35 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പെന്ന് 35 എന്ന് പറയുമ്പോൾ അതെന്താണ്? അതിന്റെ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? പെൻ അല്ലെ. പെൻ എന്ന് പറയുന്നത് P എന്ന് പറയുന്ന നമ്പർ എത്രയാണ് വരേണ്ടത്? P എന്ന് പറയുന്നത് 16 അല്ലേ P എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 16 + 5 വരും,
പ്ലസ് n എന്ന് പറയുന്ന 14 ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 35 വരേണ്ടത്. സോ അങ്ങനെയാണ് എങ്കിൽ പേജ് എന്ന് പറയുമ്പോൾ എന്ത് വരും? P16 ഇത് 1, G എന്ന് പറയുന്നത് 7, E എന്ന് പറയുന്നത് 5. അപ്പൊ അവിടെ എത്ര വരും? 16ഉം 1ഉം 17, 17ഉം 7ഉം 24, 24ഉം 5ഉം 29 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടും നമ്മുടെ SCRT ആയിട്ടും ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്